ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ വരുന്ന ഒരു കാരിക്കേച്ചർ എന്നൊക്കെ പറഞ്ഞൊരു മുണ്ട് ഇങ്ങനെ വല്ലാതെ മടക്കി കുത്തി തലയിൽ കെട്ടും കെട്ടി ഒരു ബീഡിയൊക്കെ വലിച്ചൊരു കൊമ്പം മീശയ്ക്ക് നിൽക്കുന്ന ഒരു ചുമട്ട് തൊഴിലാളി, ഇയാളാണ് ആ കുഴപ്പം എന്ന മട്ടിലായിരിക്കും ഇത് വരിക. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ തന്നെ എത്രയോ ചിരിക്കുന്ന ഫോട്ടോ ഉണ്ടെങ്കിലും മാധ്യമങ്ങൾ വരുമ്പോൾ ഒരിക്കലും ചിരിക്കാത്തൊരു മനുഷ്യനെന്ന പ്രതീതി വരുള്ളൂ. അപ്പോൾ നന്നായി ചിരിക്കുന്ന ഒത്തിരി ഫോട്ടോ എല്ലാവരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രതീതികൾ നിർമ്മിക്കുക, ഒരു നെറേറ്റീവ് വഴി അങ്ങനെ ഒരു രീതി ഉണ്ടായിരിക്കും. പക്ഷേ ജനങ്ങൾ അവരുടെ അനുഭവങ്ങളിൽ നിന്നാണല്ലോ നിലപാടുകളിലേക്ക് എത്തുക. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആദ്യമായിട്ടൊരു തുടർച്ച ഉണ്ടായില്ലേ കേരളത്തിൽ. ഇപ്പോൾ ഇടതുപക്ഷം ഒരു ജനപക്ഷം അല്ല പീപ്പിൾ ഫ്രണ്ട്ലി അല്ല എന്നായിരുന്നുവെങ്കിൽ അങ്ങനൊരു ചരിത്രം സൃഷ്ടിക്കപ്പെടാൻ കഴിയുമായിരുന്നില്ലല്ലോ. അപ്പോൾ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന എങ്ങനെയാണ്, അത് രണ്ട് ഭാഗമുണ്ട്. ഒന്ന്, നിങ്ങളവരെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുന്നു, എല്ലാം ശരിയാക്കാമെന്ന് പറയുന്നു, ചിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഉള്ളതുപോലെ ആയിരിക്കില്ല കാണുന്നത്. ഒരു കാപട്യത്തിൻ്റേതായിട്ടുള്ള ഒരു പ്രകടനാത്മകത ഉള്ള ഒരു ഭാഗമുണ്ടാവും. മറ്റും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്യാൻ പറ്റാത്തതാണ് ഇന്ന ബുദ്ധിമുട്ടുണ്ട് എന്ന് നേരിട്ട് പറയുന്ന, അവർക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്ന ഒരു ഭാഷയിൽ പറയുന്നവരുണ്ടോ. അപ്പോൾ ഇത് അത്തരം വ്യത്യാസങ്ങളുണ്ടായിരിക്കും. എന്നാൽ ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാടുകൾ പറഞ്ഞ് ശരിയാണ്, കുറച്ച് ബോൾഡായിരിക്കുന്ന പ്രശ്നം. പക്ഷേ എല്ലാ കാലത്തും എല്ലാ നിലപാടും ഒരേപോലെ നിൽക്കില്ല. കാലം മാറുന്നു, പുതിയ പ്രശ്നങ്ങൾ വരുന്നു. അത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതിനനുസരിച്ച് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കണം.